കൂടയും അരിയും സാരിയും കൊടുത്ത് വോട്ട് പിടിക്കുന്നത് ടി.എൻ. പ്രതാപനാണെന്ന് മണലൂരിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ. പ്രതാപൻ ഉന്നയിച്ച കിറ്റ് ആരോപണം ഏറ്റുപിടിച്ച് LDF എത്തിയെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലായതോടെ അവർ പിൻവാങ്ങി. രാജ്യവിരുദ്ധ ശക്തികളുടെ നാവായി പ്രതാപൻ മാറിയെന്നും കെ അനീഷ് കുമാർ ആരോപിച്ചു. മണലൂരിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ അനീഷ് കുമാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. കാരണം മണലൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതര ആരോപണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ ഉയർന്നു വന്നിരുന്നു. കിറ്റ് ആരോപണമാണ് ഉയർന്നു വന്നത്. ഈ കിറ്റിൽ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് പൊരുത്തക്കേടുകൾ ഒരുപാടുള്ള ആരോപണമാണ് ഇന്നലെ കോൺഗ്രസും അതേപോലെ തന്നെ CPM ചേർന്ന് ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും ആ കിറ്റ് ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എന്തായിട്ട് ഈ മണലൂരിലെ കിറ്റ് ഈ ടി.എൻ. പ്രതാപൻ്റെ പുതിയ നാടകമാണ് കിറ്റ്? അതെ, അത് ടി.എൻ. പ്രതാപൻ ഈ മണ്ഡലത്തിൽ തോൽക്കുമെന്ന് ഉറപ്പായ സമയത്ത് അദ്ദേഹത്തിൻ്റെ പുതിയൊരു നാടകമാണ്. അദ്ദേഹം നാടകം അവതരിപ്പിക്കാൻ ബഹുമെടുക്കനാണ്. കാപട്ടിക്കാരനായിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ്. എന്ത് തറവേലയും അദ്ദേഹം ജയിക്കാൻ വേണ്ടിയിട്ട് പയറ്റും. ഇവിടെ ത്രികോണ മത്സരത്തിൽ അദ്ദേഹം 3-ാം സ്ഥാനത്താണ്. തോൽവി ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ BJP ജയിക്കുമെന്ന് ബോധ്യമായ സാഹചര്യത്തിൽ BJP ഏത് വിധേനയും അവഹേളിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നിലവാരം കുറഞ്ഞ ഒരു രാഷ്ട്രീയക്കാർ ഇത്രമാത്രം അധപ്പതിക്കാൻ പാടില്ല. അത്രയും തരം താണ തരത്തിൽ അധപ്പതിച്ചിട്ടുള്ള ഒരു നാടകമാണ് അദ്ദേഹം ഇന്നലെ കാണിച്ചു കൂട്ടിയത്. BJP പ്രവർത്തകർ ഒരു വോട്ടർക്കും ഇവിടെ കിറ്റ് ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഒരാളുടെ കയ്യിൽ നിന്നും ഞങ്ങൾ കിറ്റ് വാങ്ങിയിട്ടുമില്ല. ഇതൊരു സൂപ്പർ മാർക്കറ്റുകാരൻ വിഷുവിന് വിതരണം ചെയ്യാനുള്ള അദ്ദേഹത്തിന് കിട്ടിയ ഓർഡർ പ്രകാരം അദ്ദേഹം വിഷുവിന് കൊടുക്കാനുള്ള കിറ്റ് തയ്യാറാക്കുകയാണ്. അതിന് അദ്ദേഹത്തിന് ലൈസൻസ് ഇല്ലേ, അതിനുള്ള അധികാരം അയാൾക്കില്ലേ? അത് അയാളുടെ ഗോഡൗണിൽ തയ്യാറാക്കുന്നു. അതും BJP തമ്മിൽ എന്താണ് ബന്ധം? BJP കിറ്റ് വിതരണം ചെയ്തുവെങ്കിലല്ലേ BJP അതിൽ പറയാൻ പറ്റുള്ളൂ. ഒരു കച്ചവടക്കാരൻ അയാളുടെ സ്ഥാപനത്തിൽ അയാളുടെ കച്ചവട കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ് BJPയുടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക? അതേപോലെ തന്നെ അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട് ചോദിക്കാനായിട്ട്. അതായത് പ്രതാപൻ സംവിധാനം ചെയ്ത നാടകത്തിൽ അഭിനയിച്ചത് CPM-കാരല്ലേ? CPM-കാരും ആ ഒരു ആരോപണം ഏറ്റെടുത്ത് അവിടെ വന്നിരുന്നു. അതെ, ഇവരിപ്പോൾ രണ്ടു കൂട്ടരും ഇന്ത്യ സഖ്യമാണല്ലോ. ഇപ്പോൾ രണ്ടു കൂട്ടർക്കും മനസ്സിലായി BJP അവിടെ ജയിക്കുന്നു മനസ്സിലായ സാഹചര്യത്തിൽ രണ്ടു കൂട്ടരും ചേർന്ന് നടത്തിയ ഒരു തിരക്കഥയാണത്. പിന്നീട് നാണം കെടും എന്നുള്ളൊരു അവസ്ഥ വന്ന സമയത്ത് മെല്ലെ കമ്മ്യൂണിസ്റ്റുകാർ രണ്ട് സ്കൂട്ടാവുകയാണ് ഉണ്ടായത്. അവർ സമരമുഖത്ത് നിന്നിരുന്ന ആളുകളാണ്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ് എന്ന് മനസ്സിലായ സമയത്ത് അവർ പെട്ടെന്ന് വിഡ്രോ ചെയ്തു ആ സമരത്തിൽ നിന്ന്. അപ്പോൾ ഇത് രണ്ടു കൂട്ടരും ചേർന്ന് നടത്തുന്ന ഒരു നാടകം തന്നെയാണ്. ഇതെന്തായാലും ജനങ്ങൾക്ക് നല്ല രീതിയിൽ ബോധ്യമായിട്ടുണ്ട്. ഇവിടെ ഈ മണലൂർ മണ്ഡലത്തെ സംബന്ധിച്ച് ആളുകൾക്ക് പ്രതാപനെ വളരെ വ്യക്തമായിട്ട് അറിയാം. അതാണ് പ്രതാപൻ്റെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത്. ആരാണ് പ്രതാപൻ എന്നുള്ളത്, പ്രതാപൻ്റെ അല്പത്തരം എന്താണെന്നുള്ളതും പ്രതാപൻ എത്രമാത്രം ഫ്രോഡാണെന്നുള്ളതും ഈ മണ്ഡലത്തിലെ ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ നാടകമൊന്നും ഇവിടെ വില പോകാൻ പോകുന്നില്ല. ഇവിടെ വളരെ സത്യസന്ധമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കൊട കൊടുത്തിട്ടും ബാഗ് കൊടുത്തിട്ടും കിറ്റ് കൊടുത്തിട്ടും വോട്ട് പിടിക്കുന്ന പ്രതാപനാണ്. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖമാണ് വികൃതം. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ BJP ചെയ്യുന്ന കാര്യങ്ങളല്ല. അതേപോലെ തന്നെ ഇന്നലെ ആ സമരമുഖത്ത് വന്നതിൽ കൊലപാതകികളുണ്ട്, കൊലപാതക കേസുകളിലെ പ്രതികളുണ്ട്. ഇവരെയൊക്കെ കൊണ്ടാണ് BJP-നെ നേരിടാൻ വേണ്ടി ഇന്നലെ പ്രതാപൻ എത്തിയിട്ടുള്ളത്. അല്ല, പ്രതാപനെ സ്പോൺസർ ചെയ്യുന്നത് തന്നെ ഈ തീവ്രവാദികളാണ്, കൊലപാതകികളാണ്, ദേശദ്രോഹ സംഘടനകളാണ്. അദ്ദേഹത്തിൻ്റെ പ്രചരണം ഇവിടെ തുടങ്ങിയ അന്നു മുതൽ അദ്ദേഹത്തിൻ്റെ ഇടവും വലവും നിന്ന് ഇവിടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാരാണ്? സമൂഹത്തിന് മുഖ്യധാരയിലുള്ള ആളുകളല്ല. അവരൊക്കെ സാമൂഹ്യ ദ്രോഹികളാണ്, തീവ്രവാദ സംഘടനകളായിട്ട് ബന്ധമുള്ള ആളുകളാണ്. ഇദ്ദേഹം സത്യത്തിൽ ആ സംഘടനകളുടെ കുഴലോത്തുകാരനാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവിതശൈലി, ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, ഇദ്ദേഹത്തിൻ്റെ സംസാരം ഇതെല്ലാം വീക്ഷിച്ചാൽ ഇദ്ദേഹം ആ തീവ്രവാദ സംഘടനകളുടെ നാവാണ്. അവരാണ് ഇതിന് പിന്നിൽ. ഇതൊക്കെ അവർ സ്പോൺസർ ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ ടി.എൻ. പ്രതാപൻ ഈ തീവ്രവാദ സംഘടനകളുടെ രാജ്യദ്രോഹ ശക്തികളുടെയൊക്കെ നാവായിട്ട് അല്ലെങ്കിൽ അവരുടെ വടിയായിട്ട് മാറുകയാണ്. ഒപ്പം തന്നെ ഈ കൊടയും കിറ്റുമൊക്കെ കൊടുത്ത് സാരിയുമൊക്കെ കൊടുത്ത് വോട്ട് പിടിക്കുന്ന ടി.എൻ. പ്രതാപന് സംഘവുമാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ടി.എൻ. പ്രതാപൻ സംവിധാനം ചെയ്ത നാടകത്തിൽ അഭിനയിച്ച CPM-കാർ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതോടുകൂടി അവർ ആ സമരമുഖത്ത് നിന്നും പിൻവാങ്ങിയെന്നും അനീഷ് വ്യക്തമാക്കുന്നു. എന്തായാലും ചൂടേറിയ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത്. ശക്തമായിട്ടുള്ള ത്രികോണ പോരാട്ടം നടക്കുന്ന മണലൂർ ഇങ്ങനെ ഇളകിമറിയുകയാണ്. പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്ന വേളയിൽ മണലൂർ ആ ഒരു വിജയത്തിലേക്ക് നടന്നെടുക്കുന്നു, NDA-ക്കൊപ്പം നിൽക്കുന്നു എന്ന് തന്നെയാണ് അനീഷ് അവസാനമായിട്ട് വ്യക്തമാക്കുന്നത്. മനുകൃഷ്ണയ്ക്കൊപ്പം സാനു, ജനം.